നല്ല ഒരു കറുമുറ കടിച്ച് തിന്നാൻ പറ്റിയ ഒരു 4 മണി പലഹാരം ചീടയാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇതെൻ്റെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ പറ്റുന്നവർ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ചായയ്ക്ക് പറ്റിയ കുറിക്കാനുള്ള ഒരു പലഹാരമാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതായത് ചീട. അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ പുട്ടിൻ്റെ പൊടി, അരി വറുത്തത് 1 ഗ്ലാസ്, തേങ്ങ ചിരവിയത് 3/4 ഗ്ലാസ്, ഉപ്പ് ഒരു നുള്ള് ആവശ്യത്തിന്. പിന്നെ നമുക്ക് അത് വാട്ടിക്കുഴയ്ക്കാനായിട്ട് തിളച്ച വെള്ളം വേണം, വറക്കാനായിട്ട് എണ്ണ വേണം. അപ്പോൾ നിങ്ങൾ ലിസാസ് ഫ്ലേവേഴ്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല പിള്ളേർക്കും വലിയവർക്കും ഒക്കെ കുറിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. ഇത് പഴയ ഒരു ഡിഷാണ്. അപ്പം അമ്മയുടെ അടുത്ത് വന്നപ്പോൾ ഞാൻ പഴയ ഡിഷുകൾ ഒന്നും കൂടെ ഒന്ന് പരീക്ഷിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും അതിനകത്ത് ഇട്ടു. പിന്നെ നമ്മൾ 3/4 ഗ്ലാസ്, 1 ഗ്ലാസ് തേങ്ങയ്ക്ക് 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 3/4 ഗ്ലാസ് തേങ്ങാപ്പീര അതും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി നല്ല തിളച്ച വെള്ളം നമുക്ക് അതിനകത്ത് ഇട്ടിട്ട് ഒഴിച്ച് അതിനെ ഒന്ന് വാട്ടി കുഴയ്ക്കുക എന്ന് പറയും. അപ്പോൾ ഞാൻ തിളച്ച വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്യുക. ആവശ്യത്തിന്, അതായത് നല്ല ഉരുളയാക്കാൻ പറ്റുന്ന പരുവത്തിൽ, അത്രയും പരുവത്തിൽ വെള്ളം കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. നല്ല തിളച്ച വെള്ളം വേണം ആഡ് ചെയ്യാൻ വേണം. അത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷുമാണ്. ഏകദേശം ഇപ്പോൾ 1 ഗ്ലാസോളം തിളച്ച വെള്ളം ഞാനിപ്പോൾ ആഡ് ചെയ്തു. നോക്കാം നമുക്ക് കൈ കൊണ്ട്. എന്നിട്ട് അത് മിക്സ് ചെയ്തൊന്ന് ചൂടാറി കഴിയുമ്പോൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഉരുട്ടാൻ പറ്റുന്ന പരുവത്തിൽ നമുക്കത് മാറ്റി വയ്ക്കാം. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. ഒന്ന് ചൂടാറി കഴിയുമ്പോൾ വേണം നമ്മൾ കൈ കൊണ്ട് അത് ഉരുട്ടിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇനി ഇപ്പം ഞാനത് കുഴച്ചത് നല്ലൊരു ബോളാക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി വെക്കണം. പിന്നെ ഞാൻ ഇവിടെ വാഴത്തണ്ട് എടുത്ത് വെച്ചിട്ട് 2ആയിട്ടത് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു വാഴത്തണ്ടാണ്. അതിനെ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ചീട ഉണ്ടാക്കുന്നതിനകത്ത് അതിൻ്റെ പുറകിലൊരു ഡിസൈൻ വരും. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ആ വാഴത്തണ്ടിൽ കുറച്ച് വെളിച്ചെണ്ണ ആ വാഴത്തണ്ടയിലും ഒന്ന് പരട്ടണം. എന്നിട്ട് ആ ഉരുട്ടിയ ഉരുള അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിച്ചെടുക്കണം. അപ്പോൾ ആ ഡിസൈൻ വരും അതിനകത്ത്. അതിൻ്റെ മുകളിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ വാഴ തണ്ടിൻ്റെ ഒരു ഡിസൈൻ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും. ഇങ്ങനെ വേണം ചീട ഉണ്ടാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ നമുക്ക് എല്ലാം ഉരുട്ടി അതിൻ്റെ മുകളിൽ വെച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് ഉരുട്ടി എടുക്കും. ഈ വാഴത്തണ്ട് കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ നോർമൽ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്കിൽ വെച്ചിട്ടും ഇതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ചീട കണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോർക്കിലും ആ വാഴത്തണ്ടിലുമായിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ആ ഫോർക്കിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് മറിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചീടയും ഉണ്ടാക്കിയെടുക്കാം. വറക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ചീട അതിനകത്തിട്ട് വറുത്തെടുക്കാം. അത് മീഡിയം ഹീറ്റിലിടണം. എന്നിട്ട് അതൊന്ന് മൊരിഞ്ഞ് എല്ലായിടവും വരണം. അതായത് കോരുന്ന സമയത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചീട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് വാങ്ങി ഒരു സ്ട്രെയിനിലിടാം. എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് വേണം കുപ്പിയിലാക്കി വെക്കാൻ. നല്ല കറുമുറ ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് ആറിയിട്ട് നമുക്ക് ഉപയോഗിക്കാം.